So the last evening. probably നമുക്കൊന്ന് നടക്കാം. ഒരുപക്ഷെ ഇതൊരു അവസാനമായിരിക്കാം, അല്ലെങ്കിൽ പുതിയൊരു തുടക്കം. പറയാതെ പറഞ്ഞിരുന്നു നമ്മൾ ഒരുപാട്. മഞ്ചാടിമണികളുടെ നിഷ്കളങ്കതയിലൂടെ, കൈമാറിയ പുസ്തകങ്ങളിലൂടെ, നമ്മുടെ കണ്ണുകളിലൂടെ. ഒരുപാട് ഓർമ്മകളുണ്ട് ഈ കടൽ പോലെ. നമ്മുടെ സൗഹൃദങ്ങൾക്ക് തണലേക്ക് എക്വേഷ്യ മരങ്ങൾ, ഗുൽമോഹർ പൂക്കൾ വീണ നടപ്പാത, ക്യാൻറ്റീനിലെ പാപ്പാട്ടിൻ്റെ ചായ, ഇൻ്റഗ്രേഷനും ഡിഫറൻസിയേഷനും മടുത്ത് ക്ലാസ്സിൽ കിടന്നുറങ്ങിയത്, നക്ഷത്രങ്ങളോട് കഥ പറഞ്ഞ് രാത്രി ഉറങ്ങാതിരുന്നത്, ഒരു കാര്യവുമില്ലാതെ ഉണ്ടായിരുന്ന നമ്മുടെ പിണക്കങ്ങൾ, ഇണക്കങ്ങളും പരിഭവങ്ങളും. 4 വർഷം ഒന്നും അവസാനിച്ചില്ലായിരുന്നെങ്കിൽ. Apparently, the world is not a wish-granting factory. Fault in our stars. നമുക്കൊന്ന് അങ്ങോട്ടേക്ക് പോവാം. ശരിക്കും എനിക്ക് നിന്നോട് മുൻപേ പറയായിരുന്നു. അല്ലെങ്കിൽ പറഞ്ഞിട്ടെന്തിനാ, കാഫിറല്ലെന്ന്. കാഫിർ എന്നുവെച്ചാൽ മുസ്ലിം അല്ലാത്തവൾ. നീ എന്തെങ്ങനെ നോക്കുന്നത്? ഞാൻ എന്നെ തന്നെ നോക്കുകയാണ്. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ലോൺലിനെസ് അനുഭവപ്പെട്ടത് ആർക്കാണെന്നറിയൂ? എന്തായാലും നീയാണെന്നൊന്നും പറഞ്ഞേക്കല്ലേ, അതും ഞാൻ കൂടെ ഉള്ളപ്പോൾ. അതൊരു പക്ഷേ ആദമായിരിക്കും. ഈ ഭൂമിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവന് സമ്മാനമായി നൽകിയത് ഏകാന്തതയായിരുന്നു. ഏകാന്തതയുടെ ഓരോ നാളും അവന് യുഗങ്ങളായി അനുഭവപ്പെട്ടിട്ടുണ്ടാകും. ഒരുപാട് വൈകി, എനിക്ക് പോണം. നീ ആ കയ്യൊന്ന് നീട്ടി. നീളെ ദൂരെ തീരം തേടിപ്പോകും നീ ഇന്നാരോ, മായാതെൻ നെഞ്ചിൽ മറയാതെന്നുള്ളിൽ ജീവൻ തേടും ശ്വാസം പോലെ എങ്ങും നീയാരോ. കനവുകളിനെയും ഇതുവഴി പല വഴിയായി മറയേ.
നിഴലു പോലെ അരികിലെന്നും അണയും കനവായി നീ മനസ്സിലെന്നും നിറഞ്ഞു നിൽക്കും മഴനീർ കുളിരായി നീ ഏതോ നിലാത്തൂവൽ കാറ്റിൽ പറന്ന